Hey everyone, welcome back to the channel. നിങ്ങളെല്ലാവരും ഓണത്തിന് വേണ്ടി ഒരു നല്ല 55 ഇഞ്ച് ടി വി എടുക്കാൻ വേണ്ടി ആലോചിച്ചിരിക്കുകയായിരിക്കും. ആ വീഡിയോ തന്നെയാണ് ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത്. എല്ലാ ബ്രാൻഡ്സിനെയും കമ്പയർ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് 55 ഇഞ്ച് ഇപ്പോൾ ഈ 2025 to 2026 ഏർലി പാർട്ടിൽ നമുക്ക് ഏതാ എടുക്കാൻ പറ്റിയത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 43 ഇഞ്ചും 32 ഇഞ്ചും അതിന് മുന്നേ നമ്മൾ TCLൻ്റെ 2025 ലൈനപ്പ് ഫുൾ അനലൈസ് ചെയ്ത് വീഡിയോസ് ചാനലിലുണ്ട്. എന്തായാലും അത് കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് 3 ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ 55 ഇഞ്ച് നോക്കുന്നത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സൈസ് ആയതുകൊണ്ടും ഏറ്റവും അധികം ആൾക്കാർ വാങ്ങുന്ന മോഡൽ ആയതുകൊണ്ടും തന്നെ ഇത് 3 പ്രൈസ് റേഞ്ച് കാറ്റഗറിയിലാണ് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് 35,000 to 55,000 പ്രൈസ് റേഞ്ചിലുള്ള 55 ഇഞ്ച് ടി വിസും, പിന്നെ 55 to 75,000 പ്രൈസ് റേഞ്ചിലുള്ള ടി വിസും, ലാസ്റ്റ് പ്രീമിയം ഓർ ഹൈ എൻഡ് ആയിട്ടുള്ള 85,000 to 1.25 lakhs വരെ വരുന്ന 55 ഇഞ്ച് ടി വിസ്. അപ്പോൾ ഈ ഒരു 3 റേഞ്ചിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ടി വി ഡാറ്റാബേസ് ഫയലിൽ നിന്ന് ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്തിട്ട് എങ്ങനെയാണ് ആ ഒരു ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ ഏതൊക്കെയാണ് നല്ല ടി വിസ് ഇപ്പം മാർക്കറ്റിലുള്ളത് എന്നുള്ളത് നോക്കാം. എൻ്റെ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിലുള്ള നമുക്ക് ഈ സ്ക്രീൻ സൈസ് നമ്മളിപ്പോൾ 55 ഇഞ്ചാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 55 സെലക്ട് ചെയ്യും. 55 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ടി വിൻ്റെ റെസൊല്യൂഷൻ നമ്മളെപ്പോഴും 4K ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് കുറച്ചും കൂടെ പാനൽ ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു സംഗതിയാണ്. നമുക്ക് പീക്ക് നെറ്റ് ബ്രൈറ്റ്നസ് നോക്കാം. അതിന് മുകളിൽ നമ്മൾ HDR 10+S ഉള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് HDR അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ചും കൂടെ മോഡൽസ് കുറഞ്ഞു. ഇനി നമ്മൾ ഡോൾബി വിഷൻ ഉള്ള മോഡൽസ് നമ്മൾ ചൂസ് ചെയ്യാം. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 78 മോഡൽസ് ആയിട്ട് ഇത് കുറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ പാനൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 55 ഇഞ്ചൊക്കെ വളരെയധികം നമ്മൾ പ്രൈസ് കൊടുത്തെടുക്കുന്ന മോഡൽസ് ആണ്. അപ്പോൾ എന്തായാലും QLED എടുക്കാൻ നോക്കുക. നോർമൽ LED അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈറ്റ് DLED എന്ന് പറയുന്ന മോഡൽസ് എടുക്കാതിരിക്കുക. LED റിമൂവ് ചെയ്യാം. ബാക്കി എല്ലാം നമുക്ക് QLED വെക്കാം. ഫുൾ എറേ LED, IPS QLED ഇതൊക്കെ സെയിം QLED തന്നെയാണ്. ഇതൊക്കെ QLED മോഡൽസ് തന്നെയാണ്. നോർമൽ LED റിമൂവ് ചെയ്താൽ തന്നെ നമുക്ക് കാണാം 67 മോഡൽസ് ആയിട്ട് ഇത് കുറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ആക്ച്വലി 67 മോഡൽസിലാണ് നമ്മൾ ഈ കമ്പാരിസൺ നടത്താൻ നമുക്ക് ഉള്ളത്. ഇനിയിപ്പോൾ നമ്മൾ 4K ചൂസ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ചൂസ് ചെയ്ത് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ റാമും സ്റ്റോറേജും. അപ്പോൾ പല മോഡൽസും വളരെ ചെറിയ റാം, അതായത് 4GB അല്ലെങ്കിൽ 8GB സ്റ്റോറേജും 1GB അല്ലെങ്കിൽ 1.5 GB റാമൊക്കെ തന്ന് കോസ്റ്റ് കട്ടിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പോകാതിരിക്കുക. അപ്പോൾ നമുക്കൊരു മിനിമം 2GB റാം ഉള്ളത് സെലക്ട് ചെയ്യാം. 2GB 16GB സ്റ്റോറേജ്, 2GB റാം, 2GB 632, 8 എടുക്കേണ്ട, 216, 316, 332, പിന്നെ 332, 364, 38 വേണ്ട, 4128, 432, 464 ഇത്രയും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയും എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും മോഡൽസ്, അതായത് 47 മോഡൽസ് ആയിട്ട് കുറഞ്ഞു. ഇത്രയും കൂടുതൽ മോഡൽസ് ഉള്ളത് കൊണ്ട് ഞാൻ എല്ലാം 1 by 1 പോകുന്നില്ല. പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു റാങ്കിങ്ങും ആ റാങ്കിങ്ങിൻ്റെ ഒരു ലോജിക്കും ഡിപ്പെൻഡിങ് ഓൺ ദ ബഡ്ജറ്റ്. ആദ്യം നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ബഡ്ജറ്റായ 35 to 55,000 ബഡ്ജറ്റിലുള്ള എല്ലാവരും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ആക്ച്വലി 2 TV മോഡൽസ് ഈ ഒരു ബഡ്ജറ്റ് പ്രൈസ് റേഞ്ചിൽ 55 ഇഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ ടൈമിൽ ചിലപ്പം പ്രൈസസ് കുറയും. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന പ്രൈസ് ബഡ്ജറ്റ് റേഞ്ചിനെക്കാട്ടും കുറച്ചും കൂടെ താഴെ കുറയും, വിച്ച് ഇസ് ഗുഡ്. നിങ്ങൾക്ക് അത്രയും ആ ഒരു പ്രൈസ് റേഞ്ചിൽ സേവിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഫസ്റ്റ് റാങ്കിങ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് TCL C6K അല്ലെങ്കിൽ Q6C എന്ന് പറഞ്ഞ മോഡലാണ്. ആമസോണിൽ ഇത് Q6C എന്നാണ്. ഓഫ്ലൈനിൽ C6K അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലും C6K എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആമസോണിൽ Q6CS അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ C6KS അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ക്രോമയിലോ അല്ലെങ്കിൽ റിലയൻസ് ഡിജിറ്റലോ പോയാൽ C6KS എന്ന് പറഞ്ഞ മോഡൽ കിട്ടും. ആ മോഡലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ റെഡിൽ മാർക്ക് ചെയ്ത അതൊരിക്കലും എടുക്കരുത്. ഇറ്റ്സ് നോട്ട് വാല്യൂ ഫോർ മണി മോഡൽ. അപ്പോൾ അത് നമ്മൾ TCLൻ്റെ 55 ഇഞ്ച് TVസിൻ്റെ സീരീസിൽ നമ്മളത് കമ്പയർ ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാനിവിടെ ലിങ്കും ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടു നോക്കിക്കോളൂ ഡീറ്റെയിൽ ആയിട്ട്. C6K അല്ലെങ്കിൽ Q6C ആക്ച്വലി ഈ പ്രൈസ് റേഞ്ചിൽ എടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു മോഡലാണ്. പിന്നെയുള്ള ഫസ്റ്റ് പ്ലേസിൽ വേറൊരു TVയും കൂടി ഒരു സർപ്രൈസ് ഒരു ബ്രാൻഡാണ്. ലൂമിയോ വിഷൻ 9 55 ഇഞ്ച് എന്ന് പറഞ്ഞ് 9 സീരീസിൽ അവരുടെ 45,000ഓളം വരുന്ന ഒരു മോഡലാണ്. ഈ 2 മോഡലാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും വാല്യൂ ഫോർ മണി ആൻഡ് ഫീച്ചേഴ്സും പ്രൈസും കിട്ടുന്നത്. ഇത് 2
രണ്ടും എന്തുകൊണ്ടാണ് ചൂസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ പറയാം. നമുക്ക് ആദ്യം C6K ഒന്ന് നോക്കാം. TCLൻ്റെ അത് ഗൂഗിൾ TV ആണ്, 2025 മോഡലാണ്, ലേറ്റസ്റ്റ് ആണ്, മിനി QLED ഡിസ്പ്ലേ ആണ്, വിച്ച് ഇസ് വെരി ഗുഡ്. പിന്നെ അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഗ്ലോ HVA പാനൽ കുറച്ചും കൂടെ ഒരു ഇംപ്രൂവ്മെന്റ് ചെയ്തിരിക്കുന്നത് VA പാനലിൽ. പിന്നെ 4K റെസൊല്യൂഷൻ ആണ്, പീക്ക് ബ്രൈറ്റ്നസ് അറൗണ്ട് 900 വരെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ലൂമിയോ നോക്കിയാലും, ലൂമിയോൻ്റെ 955 ഇഞ്ച് നോക്കിയാലും അതും പീക്ക് ബ്രൈറ്റ്നസ് 900 നിറ്റ്സ് വരെ പോകുന്നുണ്ട്. ഒരു സ്ലൈറ്റ് എഡ്ജ് നമ്മുടെ C6K ഉള്ളത് എന്താ വെച്ചാൽ ഇത് 144 Hz നേറ്റീവ് റിഫ്രഷ് പാനലാണ്. നേരെ മറിച്ച് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലൂമിയോ വിഷൻ 9 60 Hz പാനലാണ്. അവിടെ മാത്രമേ ചെറുതായിട്ടൊന്ന് ലൂമിയോ ബാക്കിലേക്ക് പോകുന്നുള്ളൂ. ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിമ്മിങ് സോൺസ് 512 C6K കൂടുതലാണ്. ലൂമിയോ 9 വിഷൻ 9 അടുത്ത് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് പ്ലേസ് ലൂമിയോക്ക് എന്നിട്ടും കൊടുത്തതെന്ന് വെച്ചാൽ പ്രൈസ് ഇതിനേക്കാളും കുറവാണ്. അപ്പോൾ ലൂമിയോൻ്റെ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ OnePlus പണ്ട് മൊബൈൽ മാർക്കറ്റിൽ വന്ന പോലെ ഫ്ലാഗ്ഷിപ്പ് കില്ലർ, അതായത് കൂടുതൽ ബെറ്റർ സ്പെക്സ് വളരെ ലോ പ്രൈസിൽ കൊടുത്തിട്ട് അഗ്രസീവായിട്ട് ബാക്കിയുള്ള ബ്രാൻഡുകളെ അണ്ടർ കട്ട് ചെയ്യുക, ആ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ കസ്റ്റമറിന് നല്ലതാണ്, കുറച്ചും കൂടെ നല്ലൊരു സ്പെക്സും കാര്യങ്ങളും വളരെ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. പിന്നെ TCLൻ്റെ C6K അല്ലെങ്കിൽ Q6C വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ 7001 കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിലും നല്ല കോൺട്രാസ്റ്റ് റേഷ്യോ ആണ്. പിന്നെ ഫ്രീസിംഗ് പ്രീമിയം ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, HDR10 ഉണ്ട്, HDR10+ ഉണ്ട്, 40 വാട്ട് ഓങ്ക്യോൻ്റെ 2.1 സ്പീക്കർ സിസ്റ്റമാണ് C6K കൊടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് ബാക്കോട്ട് പോകുന്നുണ്ട് നമ്മുടെ ലൂമിയോ. പിന്നുള്ളത് നമ്മളിപ്പോൾ സ്റ്റോറേജ് ബാക്കി ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ HDMI പോർട്ട് 3 ഉണ്ട് 55 ഇഞ്ചിൽ C6K. ലൂമിയോ മാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ERC ഉണ്ട്, USB പോർട്ട് 1 ഉണ്ട്, മറ്റതിൽ 2 ഉണ്ട്. സിസ്റ്റം സ്റ്റോറേജും റാമും നോക്കിയാൽ 3GB റാമും 32GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. അതേപോലെ ലൂമിയോക്കും 3GB 32GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൂമിയോ 9 ആക്ച്വലി ഒരു മിനി LED TV നിങ്ങൾക്ക് 45,000 കിട്ടും. അപ്പോൾ C6K ഓൾമോസ്റ്റ് ക്ലോസ്. കളർ ഗാമറ്റ് ലൂമിയോ 9 111% ഉണ്ട്. അതായത് നമ്മുടെ TCL C6K ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 93%നെക്കാളും കുറച്ചും കൂടെ വൈഡർ റെപ്രസെൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഡിസ്പ്ലേ കിട്ടുന്നതാണ്. പിന്നെ സ്പീക്കേഴ്സിലാണ് ആക്ച്വലി TCLന് കുറച്ചും കൂടി ഒരു നല്ല എഡ്ജ് വരുന്നത്. രണ്ടിനും ഏകദേശം 3GB റാമും 32GB സ്റ്റോറേജും, വിച്ച് ഇസ് പ്ലെൻറ്റി ഇനഫ്. 35,000 to 55,000 നമുക്ക് എടുക്കാൻ പറ്റിയ 55 ഇഞ്ചിൽ ഏറ്റവും ബെറ്റർ വാല്യൂ ഫോർ മണി ആൻഡ് പ്രൈസ് മോഡൽസ്. ഇനി നമുക്ക് സെക്കൻഡ് പ്ലേസ് എന്ന് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറയാൻ പറ്റുന്ന 2 മോഡൽസ് ഉണ്ട്. ഒന്ന് തോഷിബ, അതായത് തോഷിബ ഇപ്പോൾ ഹൈസെൻസ് ബ്രാൻഡിൻ്റെ അടിയിലാണ്. ഹൈസെൻസ് ആണ് തോഷിബൻ്റെ TV ബിസിനസ് ഓൺ ചെയ്യുന്നത്. സർവീസും ഒക്കെ ഹൈസെൻസ് തന്നെയാണ് ചെയ്യുന്നത്. തോഷിബൻ്റെ 55Z570 RPയും ലൂമിയോ 755ഉം അത് രണ്ടുമാണ് നമ്മൾ പറയുന്നത് സെക്കൻഡ് പൊസിഷൻ. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലൂമിയോയിൽ കാണാം QLED ആണ്. പ്രത്യേകിച്ച് ഫസ്റ്റ് കാര്യം നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് ഇത് രണ്ടും QLED ആണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് പ്ലേസ് കൊടുത്ത മോഡൽസ് രണ്ടും, അതായത് TCLൻ്റെ C6K അല്ലെങ്കിൽ Q6C പിന്നെ ലൂമിയോ 9 രണ്ടും മിനി LED ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിന് ഫസ്റ്റ് കൊടുത്തത്. ടെക്നോളജി ഇസ് കുറച്ച് നോർമൽ QLEDനെക്കാട്ടും അടിപൊളിയാണ് മിനി LED. സെക്കൻഡ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ QLED ആണ് ഈ 2 TVകളും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തോഷിബ വിഡ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, അതായത് ഹൈസെൻസിൻ്റെ സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഗൂഗിൾ TV നിങ്ങൾക്ക് അതിൽ കിട്ടില്ല. പക്ഷേ ലൂമിയോയിൽ ഗൂഗിൾ TV ആണ്. ഫിറ്റ്നസിൻ്റെ കാര്യത്തിൽ തോഷിബക്ക് 350ഉം മറ്റേ ലൂമിയോ 7 സീരീസിന് 400 നിറ്റ്സുമാണ് ബ്രൈറ്റ്നസ്. അപ്പോൾ അവിടെ തോഷിബിനെക്കാളും ചെറുതായിട്ട് ലൂമിയോ 7ന് ഒരു എഡ്ജ് ഉണ്ട്. പിന്നെ ഉള്ളത് തോഷിബക്ക് 120 Hz പാനലാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രീസിംഗ് പ്രീമിയവും കിട്ടുന്നുണ്ട്. നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന ഒരാളാണ് സ്പെസിഫിക്കലി, മറ്റേ നിങ്ങൾ കൺസോൾ ഗെയിംസ് എക്സ്ബോക്സും പിന്നെ പ്ലേ സ്റ്റേഷനൊക്കെ ഇതാക്കുന്ന ആളാണെങ്കിൽ 55 ഇഞ്ചിൽ നിങ്ങൾക്കൊരു 42 ബിറ്റ്വീൻ 35 to 45 റേഞ്ചിൽ നോക്കുന്ന ഒരു TV ആണെങ്കിൽ ആക്ച്വലി ഈ തോഷിബൻ്റെ 2025 മോഡലായ Z570 RP നല്ലതാണ്. സ്പീക്കേഴ്സ് രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, 24 വാട്ട്. പിന്നെ HDMI പോർട്ടും USB പോർട്ടും എടുത്താൽ ലൂമിയോക്കാണ് HDMI പോർട്ട് സെയിം ആണ്, പക്ഷേ USB-യിൽ ഒരു USB കൂടുതലാണ്. പിന്നെ നമ്മൾ റാം എടുത്തു കഴിഞ്ഞാൽ ലൂമിയോക്കാണ് കുറച്ചും കൂടെ ഒരു എഡ്ജ്. അതായത് ലൂമിയോ 7ന് 1GB റാം എക്സ്ട്രാ ആണ് തോഷിബിനെക്കാളും. 3GB റാമും 16GB സ്റ്റോറേജുമാണ്. 2GB റാമും തോഷിബക്ക് 16GB സ്റ്റോറേജുമാണ്, വിച്ച് ഇസ് ഓൾസോ പ്രിറ്റി ഗുഡ്. സെക്കൻഡ് പ്ലേസിൽ ഇവർ രണ്ടാളും മാച്ചിങ് ആണ്.
ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങളെ ഫോക്കസ് എങ്കിൽ തോഷിബക്ക് പോകാനും പറ്റും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഹൈസെൻസ് ആണ് തോഷിബ സെല്ല് ചെയ്യുന്നത്, സർവീസ് ചെയ്യുന്നത്. തേർഡ് പ്ലേസിൽ ഒരു ഡിഫറൻറ്റും കുറച്ചും കൂടെ ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹയറിൻ്റെ H55C90EUX എന്ന് പറഞ്ഞ OLED മോഡലാണ്. OLED എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിൽ ഈ LED-നേക്കാളും ബെറ്റർ ആണ് OLED. ആക്ച്വലി നിങ്ങൾക്ക് അണ്ടർ 55,000 നിങ്ങൾക്കൊരു OLED TV കിട്ടും. 55 ഇഞ്ച് 120 Hz റിഫ്രഷ് റേറ്റ് പാനലാണ്. ഡോൾബി വിഷൻ HDR10 HDR10+ ഉണ്ട്. 50 വാട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. 4 HDMI പോർട്ടുണ്ട്, 2 USB പോർട്ടുണ്ട്. സിസ്റ്റം സ്റ്റോറേജ് നോക്കിക്കഴിഞ്ഞാൽ 3 GB റാമും 32 GB സ്റ്റോറേജും ഉണ്ട്. നമ്മളെ ഫസ്റ്റ് പ്ലേസിലുള്ള അതിൻ്റെ അത്ര തന്നെ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് തേർഡ് പ്ലേസ് കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാൻഡം OLEDയും അല്ലെങ്കിൽ WOLED ആ മോഡൽ ആയിരിക്കില്ല ഡെഫിനറ്റ്ലി. QD OLED എന്ന് പറയുന്നതാണ് പിന്നെയുള്ള OLEDൻ്റെ താഴെയുള്ള, അതോ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞത് കൊണ്ട് അതിനെയും താഴെയുള്ള നോർമൽ OLED സ്ക്രീൻ ആവാനാണ് ചാൻസ്. അപ്പോൾ ബ്രൈറ്റ്നസ് ഭയങ്കര അധികം പ്രതീക്ഷിക്കേണ്ട, അതായിരിക്കും ഇതിൻ്റെ ഈ മോഡലിൽ ഒരു ചെറിയ വീക്ക്നെസ്. ബ്ലാക്ക് ലെവൽസ് ഒക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്രൈസ് റേഞ്ച് തന്നെയാണ് ഹയർ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിത് ഈ ബഡ്ജറ്റ് 55 റേഞ്ചിൽ നമ്മൾ തേർഡ് പ്ലേസ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബഡ്ജറ്റ് റേഞ്ചായ 55,000 to 75,000 ബെസ്റ്റ് 55 ഇഞ്ച് TV നോക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ ആദ്യം 4K മോഡൽ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്പ്ലേ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ LED റിമൂവ് ചെയ്ത് QLED തന്നെയാണ് കിടക്കുന്നത്. മോർ ദാൻ 8 GB സ്റ്റോറേജും ഐദർ 2 GB ഓർ എബവ് സിസ്റ്റം റാമും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാ മോഡലും ഓരോന്നായിട്ട് പോകുന്നില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റാങ്കിങ് ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അത് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റായിട്ട് പ്ലേസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് C72K അല്ലെങ്കിൽ C7K എന്ന് പറഞ്ഞ 2025 മോഡൽ TCLൻ്റെ TVs ആണ്. ഈ മോഡൽസ് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ TCLൻ്റെ മാത്രം TV റേഞ്ചസ് 55 ഇഞ്ചിലും 65 ഇഞ്ചിലും നോക്കിയപ്പോൾ ടോപ്പ് ചെയ്തത്. അതിൻ്റെ പ്രീവിയസ് വീഡിയോസ് വേണമെങ്കിൽ ഞാൻ അവിടെ ലിങ്കും ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും ഒന്ന് കണ്ടു നോക്കും. ഈ C7K C72K ഓൾമോസ്റ്റ് സിമിലർ സോർട്ട് ഓഫ് സ്പെക്സ് ഉള്ള TVകളാണ്. ഗൂഗിൾ TV ആണ്, 2025 ഇറങ്ങിയതാണ്. രണ്ടും ഏറ്റവും ലേറ്റസ്റ്റ് ക്രിസ്റ്റ് ഗ്ലോ HV എന്ന് പറഞ്ഞിട്ട് ഒരു VA പാനൽ, കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള VA പാനലാണ് TCL കൊടുത്തിരിക്കുന്നത്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് C7Kയും C72Kയും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ പീക്ക് ബ്രൈറ്റ്നസ് ഒരു 400 നിറ്റ്സ് C72K കുറവാണ്. നിങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടുമെങ്കിൽ C7K തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇത് രണ്ടും ഫ്ലിപ്കാർട്ട് എക്സ്ക്ലൂസീവ് മോഡൽസ് ആണ്. എല്ലാ ഫീച്ചേഴ്സും ഡോൾബി വിഷൻ, HDR10 10+, പിന്നെ കളർ ഗാമറ്റ് 97% ഉണ്ട്. പിന്നെ രണ്ടിനും 60 വാട്ട് സ്പീക്കേഴ്സ് ആണ്. പിന്നെ ഇവിടെയാണ് ആ ബ്രൈറ്റ്നസ് കഴിച്ചിട്ട് വേറൊരു ചെറിയ ഡിഫറൻസ് വരുന്നത്. അതായത് C7Kയിൽ ബാങ് ആൻഡ് ഒളൂഫ്സൺ എന്ന് പറഞ്ഞ് പ്രശസ്തമായ ഒരു ഓഡിയോ കമ്പനിയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. C72K മോഡലാണെങ്കിലും അതിൽ ഓങ്ക്യോ തന്നെയാണ് നല്ലൊരു പ്രശസ്തമായ കമ്പനി, AVR കമ്പനി തന്നെയാണ് അതിലും ട്യൂൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ടായാലും വാട്ട്സ് 60 വാട്ട്സ് തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ HDMI പോർട്ട് നോക്കിയാൽ 4 HDMI പോർട്ട് രണ്ടിനും ഉണ്ട്, USB പോർട്ട് ഒന്നുമാണ്. സിസ്റ്റം സ്റ്റോറേജ് 3 GB റാമും 64 GB സ്റ്റോറേജുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് രണ്ടും തന്നെയാണ് വളരെ ഡിസേർവിംഗ് ആയിട്ട് ഫസ്റ്റ് പ്ലേസിൽ നമുക്ക് പറയാൻ പറ്റുന്നത് TCLൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മിനി QLED. അപ്പോൾ ഇനി നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സെക്കൻഡ് പ്ലേസ് TV ഒന്ന് നോക്കാം. അതായത് ഹൈസെൻസ് U7Q എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 2025 മോഡലാണ്. ഇതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വിഡ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. മിനി LED TV ആണ്, 4K ആണ്, 1000 പീക്ക് നിറ്റ്സ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്, വിച്ച് ഇസ് ഗുഡ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ 144 Hz പാനലാണ്. ഇതിൽ ഫ്രീസിംഗ് പ്രീമിയം വരുന്നുണ്ട്. അപ്പോൾ ഗെയിമിംഗ് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, പ്ലേ സ്റ്റേഷൻ അല്ലെങ്കിൽ Xbox ഒക്കെ കണക്ട് ചെയ്ത് സ്ഥിരം കളിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു നല്ല ഒരു പാനലാണ്. ഇവിടെ കുറച്ച് ഇത് ബാക്കോട്ട് പോകുന്നത് ബാക്കിയുള്ള എല്ലാ മോഡൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് പ്ലേസിലുള്ള TCLനായിട്ടും തേർഡ് പ്ലേസിലുള്ള നമ്മൾ പറയാൻ പോകുന്ന ഹയറിൻ്റെ മോഡൽസിനായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് ബാക്കോട്ട് പോകുന്നത് സ്പീക്കറിലും പിന്നെ കളർ ഗാമറ്റിലുമാണ്. കളർ ഗാമറ്റ് 90% ഉള്ളൂ. ബാക്കി ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 97%. പിന്നെ ഹയറിൻ്റെ മോഡൽസ് OLED ആയതുകൊണ്ട് കുറച്ചും കൂടെ നല്ല വൈഡർ കളർ ഗാമറ്റും ഒക്കെയാണ് കിട്ടുക. പിന്നെ 59 വാട്ട് സ്പീക്കേഴ്സാണ്, ബാക്കി എല്ലാത്തിലും നമുക്ക് 49 വാട്ട് സ്പീക്കേഴ്സാണ്, ബാക്കി എല്ലാത്തിലും നമുക്ക് കാണാം കുറച്ചും കൂടെ കൂടുതലുള്ള സ്പീക്കേഴ്സാണ്. തേർഡ് പ്ലേസിലുള്ള ഹയർ ഓൾമോസ്റ്റ് മാച്ചിങ് ആണ്, ജസ്റ്റ് ഒരു 1 വാട്ട് മാത്രമേ കൂടുതലുള്ളൂ. ഇനി HDMI പോർട്ട് എടുത്തു കഴിഞ്ഞാൽ 4ഉം 2ഉം ആണുള്ളത്.
പിന്നെ 4 HDMIയും പിന്നെ 2 USB പോർട്ടുമാണുള്ളത്. സിസ്റ്റം സ്റ്റോറേജ് 4 GB റാമും 128 GB സ്റ്റോറേജും ഉണ്ട്. ആ കാര്യത്തിൽ ഭയങ്കര മുൻപന്തിയിലാണ്. ഇനി നമ്മൾ തേർഡ് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ തേർഡ് പ്ലേസ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള 3 നല്ല മോഡൽസ് നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാം കുറച്ച് ഒന്ന് 2025 മോഡലും ബാക്കി രണ്ടെണ്ണം കുറച്ച് ഓൾഡർ 2024 2023 പോലത്തെ മോഡൽസാണ്. TCLൻ്റെ C755 QD മിനി LED ഇത് 2023-2024 അവരുടെ ഫ്ലാഗ്ഷിപ്പ് മിനി LED മോഡൽ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ മാത്രമല്ല 70,000 ഇറ്റ്സ് നോട്ട് വർത്ത്, പക്ഷേ ഒരു നല്ല 60 ബിലോ 55 ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ടു ബി കൺസിഡേർഡ്. 144 ഹേർട്സ് പാനലാണ്, 240 ഹേർട്സ് വരെ നമുക്ക് വേരിയബിൾ റിഫ്രഷ് റേറ്റ് കിട്ടും ഗെയിമൊക്കെ കളിക്കുമ്പോൾ. പിന്നെ 6000 കോൺട്രാസ്റ്റ് റേഷ്യോ ഉണ്ട്, ഡോൾബി വിഷൻ, HDR 10+. കളർ ഗ്യാമ്പ് നോക്കിയാൽ 98% നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 50 വാട്ട് സ്പീക്കറാണ്, പിന്നെ 4 HDMI പോർട്ട്, 2 USB പോർട്ട്, 3 GB റാം, 32 GB സ്റ്റോറേജ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള സാധനങ്ങൾ ഇട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് C755. പക്ഷേ ഡെഫിനറ്റ്ലി C7Kയിലും C722Kയിലും ഫസ്റ്റ് പ്ലേസിൽ വന്നതിൽ പാനൽ കുറച്ചും കൂടെ ഡെഫിനറ്റ്ലി അഡ്വാൻസ്ഡ് ആണ്. ഇനി വേറെ ശരിക്കും നോട്ടബിൾ ആയിട്ടുള്ള പിന്നെ തേർഡ് പ്ലേസ് ഷെയർ ചെയ്യുന്ന 2 മോഡൽസ് നമ്മുടെ ഹയറിൻ്റെ 2 OLED TVs ആണ്. അതെ, ഇത് വളരെ സർപ്രൈസിങ് ആണ്. OLED ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നത് ഞാൻ കണ്ടിട്ട് ഇത് രണ്ടും മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ. കഴിഞ്ഞ ഷയോമി ഒരു മോഡൽ ഇറക്കിയിരുന്നു, പക്ഷെ അത് സക്സസ്ഫുൾ ആയിരുന്നില്ല. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹയർ ഇത് കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ OLED ആണ്. അപ്പോൾ ബ്രൈറ്റ്നസ് മിനി LED-ൻ്റെ അത്ര ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടൂലെങ്കിലും നല്ലൊരു ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഇതാണ്. നിങ്ങൾക്ക് OLED TV തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ C90 എന്ന് പറയുന്ന ഈ മോഡൽ, ഈ ആദ്യത്തെ C90 EUX എന്ന് പറയുന്ന മോഡലാണ് 2025 മോഡൽ. അതിന് വിലയും കുറവായിട്ടാണ് കാണുന്നത്, 55,000 ആണ്. അപ്പോൾ പിന്നുള്ളത് C11 എന്ന് പറയുന്ന മോഡൽ കഴിഞ്ഞ കൊല്ലം 2024 അടങ്ങിയ മോഡലാണ്, കുറച്ച് പ്രൈസ് കൂടുതലായിട്ട്. ഇതെല്ലാം MRP റേറ്റ്സ് ആണ് ഹയറിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ തീർച്ചയായും എനിക്ക് തോന്നുന്നത് സ്റ്റോറിലൊക്കെ ഇതിനേക്കാളും കുറയാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഹയറിൻ്റെ മോഡൽ ഒന്ന് പോയിട്ട് അവരുടെ ഷോറൂംസിൽ എവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ആ സ്ക്രീൻ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കുക. ഈ 2 മോഡൽസും C90 C11. അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ പിന്നെ അത് നല്ലൊരു മോഡൽസാണ്. നമുക്കൊരു തേർഡ് പ്ലേസിൽ ഈ ഒരു റേഞ്ചിൽ കമ്പയർ ചെയ്യാം. എല്ലാ ഫീച്ചേഴ്സ് നോക്കി ഡോൾബി വിഷൻ, HDR 10+, പിന്നെ 50 വാട്ട് സ്പീക്കേഴ്സ് ഉണ്ട്, പിന്നെ 4 GB 4 HDMI പോർട്ട്, 2 USB പോർട്ട്, റാം ആൻഡ് സ്റ്റോറേജ് നോക്കിയാൽ 3 GB 32 GB സ്റ്റോറേജും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല കേബിളായിട്ടുള്ള മോഡൽസാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മിഡ് പ്രീമിയം പ്രൈസ് റേഞ്ചിൽ ഒരു 55 ഇഞ്ച് TV നമുക്ക് നോക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടെ വളരെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ഈ ഒരു റേഞ്ചിലേക്ക് നോക്കാം. 80 or 85,000 to 1.25 lakhs വരെ പോകുന്ന മോഡൽസ് 55 ഇഞ്ചിൽ. ഈ ഒരു റേഞ്ചിലാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആയ LG, സാംസങ്, സോണി അങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇൻക്ലൂഡിങ് പാനസോണിക്. ബാക്കിയുള്ള മോഡൽസൊക്കെ ഇത്രയും പൈസ കൊടുത്തിട്ട് നമ്മൾ അത്രയും കൊടുക്കണോ? ആ ഒരു പ്രൈസ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ TCLൊക്കെ ബിഗർ സൈസ് നമുക്ക് കിട്ടും. ഇപ്പോൾ C7K ഒക്കെ നമുക്ക് ഓഫർ ടൈമിൽ 65 ഇഞ്ചൊക്കെ 80-85 റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരു ബ്രാൻഡ് പ്രിഫറൻസും കൂടി ഇതിലുണ്ട്. നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ്, നല്ല സർവീസ് കിട്ടുന്ന ബ്രാൻഡ്സ് വേണമെന്നുണ്ടെങ്കിൽ LG, സാംസങ്, പാനസോണിക്, സോണിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ പ്രൈസ് നമ്മൾ കൊടുക്കണം. ബാക്കിയുള്ള നെറ്റ് കമ്പയർ ചെയ്യുമ്പോൾ ടെക്നോളജിയും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള OLED ടൈപ്പ് ടെക്നോളജീസ് കൂടുതൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് എക്സൽ ഷീറ്റിൽ, നമ്മുടെ ഡാറ്റാബേസ് എക്സൽ ഷീറ്റിൽ അതൊന്ന് ഈ കാര്യങ്ങളൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. നമ്മളീ പറയുന്ന പ്രീമിയം പ്രൈസ് റേഞ്ചിലുള്ള ഈ ടോപ്പ് ഓഫ് ദി ലൈൻ 85 to 1.25 ലാക്കിൽ വരുന്ന ഒരു ബെറ്റർ മോഡൽസാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓറഞ്ച് ലെഫ്റ്റ് ഫസ്റ്റ് കോളത്തിൽ കാണുന്നതാണ് നമ്മുടെ റാങ്കിങ്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് ശരിക്കും പറഞ്ഞാൽ 2 TVകൾക്ക് കൊടുക്കാം. ഒന്ന് LGൻ്റെ G5 ഫ്ലാഗ്ഷിപ്പ് മോഡലായ G5 എന്ന് പറഞ്ഞ OLED TV ആണ്. ഇതിൽ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വെബ് OS ആണ് LGൻ്റെ. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് OTT, പ്രധാനമായിട്ടും OTT എല്ലാ ആപ്സും കാണുന്ന ആളാണ്
എങ്കിൽ അത് മാത്രമേ ആവശ്യമുള്ളൂ. തേർഡ് പാർട്ടി ആപ്സൊക്കെ എക്സ്ട്രാ VLC പ്ലെയർ അങ്ങനത്തെ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെയുള്ള ഒരു വർക്ക് അറൗണ്ട് എന്ന് വെച്ചാൽ യോമീൻ്റെ MI ആൻഡ്രോയിഡ് TV സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് 4K സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഗൂഗിൾ OS തന്നെ കിട്ടും. പിന്നെ 2025 മോഡലാണ് LGൻ്റെ G5 OLED ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈമറി ടാൻഡം OLED അല്ലെങ്കിൽ WRGB OLED ആണ് ഇതിൽ വരുന്നത്. ബ്രൈറ്റ്നസ് എക്സ്ട്രീംലി ഹൈ ആണ്. ബാക്കിയുള്ള പഴയ OLED മോഡൽസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് മിനി LED-ൻ്റെ അത്ര കിട്ടും നമുക്ക്. 120 Hz റിഫ്രഷ് റേറ്റ് പാനലാണ്. ഇപ്പോൾ ഗെയിമിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ ഡോൾബി വിഷൻ HDR10 10+ ഒക്കെ ഉണ്ട്. 98% കളർ ഗാമറ്റ് കിട്ടും. 40 വാട്ട് സ്പീക്കറാണ്. 4 HDMI പോർട്ടും 3 USB പോർട്ടും കിട്ടും. സിസ്റ്റം സ്റ്റോറേജ് നോക്കിയാൽ 4GB റാമും 32GB സ്റ്റോറേജും. ഏറ്റവും ഫ്ലാഗ്ഷിപ്പായിട്ട് LGയിൽ നിന്നുള്ള OLED സ്ക്രീനും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും വളരെ ഡിസേർവിംഗ് ആണ് ഈ LGൻ്റെ G5 ഫസ്റ്റ് പ്ലേസിൽ. പിന്നെ ഫസ്റ്റ് പ്ലേസ് ഷെയർ ചെയ്യുന്നത് പാനസോണിക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 55L Z950DX എന്ന് പറഞ്ഞ ഈ ഒരു OLED TV ആണ്. അപ്പോൾ പാനസോണിക്കും ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് മോഡൽസിൽ OLED കൊടുക്കുന്നുണ്ട്. ഇത് ഇപ്രാവശ്യം വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറക്കിയതാണ്. അപ്പോൾ ഗൂഗിൾ TV ആണ്. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റേ LG എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് WebOS ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിട്ടുക. ഇത് എടുത്തു കഴിഞ്ഞാൽ പാനസോണിക്ക് എടുത്തു കഴിഞ്ഞാൽ നേറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ TV കിട്ടും. വേറെ വർക്ക് അറൗണ്ട് ഒന്നും ചെയ്യേണ്ട. ഗൂഗിൾ TV ആണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ. പിന്നെ 2025 മോഡലാണ്. പിന്നെ LGയിൽ യൂസ് ചെയ്തിരിക്കുന്ന അതേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള OLED ടെക്നോളജി, അതായത് പ്രൈമറി ടാൻഡം RGB അല്ലെങ്കിൽ WRGB OLED ആണ് ഇതിലുള്ളത്. 4K ആണ്. 750 നിറ്റ്സ് ബ്രൈറ്റ്നസ് പീക്ക് പോകുന്നുണ്ട്. 100 റിഫ്രഷ് റേറ്റ് പാനലാണ്. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ഡോൾബി വിഷൻ HDR10 10+ അതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ 20 വാട്ട് സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് കുറച്ചൊരു ബാക്കോട്ട് പോയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. HDMI പോർട്ടിലും എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു പോർട്ട് കുറവാണ്. ഇപ്പോൾ LGനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 പോർട്ട്സും പിന്നെ USB-യിൽ 2 ആണുള്ളത്. സിസ്റ്റം സ്റ്റോറേജിലും കുറച്ച് കുറവാണ്. LGനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2GB റാമും 16GB സ്റ്റോറേജുമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നെറ്റിൽ നിന്ന് കിട്ടിയൊരു സ്പെക്സാണ്. അപ്പോൾ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പാനസോണിക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം LG MRP 1.15, അതായത് 1,15,000 രൂപ LG G5-ന് വരുന്നുണ്ട് 55 ഇഞ്ച്. പാനസോണിക്കിന് 1,05,000. അപ്പോൾ അറൗണ്ട് 10,000 റുപ്പീസ് കുറവാണ് പാനസോണിക് MRP വെച്ച് നോക്കുമ്പോൾ തന്നെ. നിങ്ങൾ ചിലപ്പോൾ ഓഫ്ലൈൻ ഷോപ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓണമൊക്കെ ആകുമ്പോൾ ഈ ഓഫേഴ്സും എല്ലാം കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനേക്കാളും പൈസ കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പാനസോണിക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ് ഈ OLED മോഡൽ നോക്കാൻ, Z950. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, LG ആയിരിക്കും കുറച്ചും കൂടെ സർവീസ് ബെറ്റർ പാനസോണിക്കിനെക്കാളും. പാനസോണിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കാരണം എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡ് ആയതുകൊണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് ടോപ്പ് എൻഡ് പ്രീമിയം 55 ഇഞ്ചിൽ LG G5, പാനസോണിക് 55 Z950. ഇനി നമുക്ക് സെക്കൻഡ് പ്ലേസ് എടുത്തു കഴിഞ്ഞാൽ സോണിൻ്റെ ബ്രാവിയ 8 ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു OLED മോഡൽ തന്നെയാണ്, പക്ഷേ കുറച്ച് ഓൾഡാണ്. 2023 മോഡലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അത് 2 കൊടുത്തതെന്ന് വെച്ചാൽ നല്ല സ്പെക്സാണ്. ഓൾമോസ്റ്റ് എല്ലാത്തിനായിട്ടും കിടപിടിക്കുന്ന ഇതാണ്. സോണിൻ്റെ കളർ സയൻസ് നല്ല അടിപൊളിയാണ് പ്രോസസ്സിങ്. പക്ഷേ സോണി ഓവർ പ്രൈസ്ഡ് ആണ്. ഇപ്പോൾ നിങ്ങൾ MRP നോക്കിയാൽ തന്നെ 1.5 lakhs ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാണ് സോണീൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. സോണി ഇന്ത്യൻ്റെ സാംസങ്ങിൻ്റെതും രണ്ടുപേരും ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ്. ഇവിടെ ഒരു ഇന്ത്യൻ മാർക്കറ്റ് മനസ്സിലാക്കാത്ത രീതിയിലാണ് അവരൊരു പ്രൈസിങ്. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ, എൻ്റെ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു പണ്ടെന്ന്. അത് ആ പറഞ്ഞ പോലെയാണ്. ആ ഒരു ഞങ്ങൾ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് പണ്ടത്തെ ഭയങ്കര സ്ട്രോങ് ബ്രാൻഡ്സ് ആണ്. പക്ഷേ മാർക്കറ്റിനനുസരിച്ച് കോമ്പറ്റീറ്റേഴ്സിനനുസരിച്ചും അവരുടെ ഓഫറിങ്സിനനുസരിച്ച് നമ്മൾ പ്രൈസ് സ്ട്രാറ്റജിയും കൂടി മാറ്റേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് പാനലാണ് ഇതിന്. ഡോൾബി വിഷൻ IQ HDR10+ HDR10 വൈഡ് കളർ ഗാമറ്റാണ്. 30 വാട്ട് സ്പീക്കർ, 4 HDMI പോർട്ടും 4 USB പോർട്ടും ഉണ്ട്. അതാണ് അഡ്വാൻറ്റേജ്. പിന്നെ 4GB റാമും 32GB സ്റ്റോറേജും. ഡിസഡ്വാൻറ്റേജ് 2023 കുറച്ച് ഓൾഡർ മോഡൽ, കുറച്ച് മുന്നുള്ള മോഡലാണ്. പക്ഷേ 1.5 lakhs ആണ്. അപ്പോൾ സോണി എന്നുള്ളൊരു ബ്രാൻഡ് വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഗൂഗിൾ ടിവിൻ്റെ ഉള്ളിൽ ഇൻബിൽട്ട് ആയിട്ട് വേണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും നോക്കാൻ പറ്റിയ, കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ്. ഇനി നമ്മൾ തേർഡ് പ്ലേസിൽ നമ്മൾ നോക്കുക
നോക്കുകയാണെങ്കിൽ എൽ ജിൻ്റെ C5 എന്ന് പറഞ്ഞ മോഡലാണ്. അതായത് എൽ ജിക്ക് നമ്മൾ എം എന്ന് പറഞ്ഞ മോഡൽ, അതായത് ജി സീരീസിൻ്റെ അതേ സിമിലാരിറ്റി ഉള്ള മോഡലാണ് എം. വയർലെസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജി സീരീസ് ആണ് എൽ ജിൻ്റെ ഫ്ലാഗ്ഷിപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിൻ്റെ നേരെ താഴെയുള്ളതാണ് സി സീരീസ്, അതായത് C5, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് 2025 മോഡൽ. ഇപ്പോൾ C5 മോഡൽ നമുക്ക് കാണാം 1,10,000 കിട്ടും. അതായത് പാനസോണിക്കിൻ്റെ ഓൾമോസ്റ്റ് സെയിം റേറ്റോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലോ. അപ്പോൾ ആ ഒരു മോഡലിൽ ഈ ഒരു നമ്മൾ പറഞ്ഞ പ്രൈമറി ടാൻഡം OLED തന്നെയാണ് വരുന്നത്. OLED സ്ക്രീനാണ്. ബാക്കി സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് മറ്റേതിനായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ C5ഉം G5ഉം തമ്മിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി G5 തന്നെയാണ് ഏറ്റവും ടോപ്പ് ഓഫ് ദ ലൈൻ. അപ്പോൾ പ്രൈസ് നല്ല കുറഞ്ഞ് നിങ്ങൾക്ക് നല്ല ഓഫറൊക്കെ കിട്ടുകയാണെങ്കിൽ LG തന്നെ വേണമെന്നുണ്ടെങ്കിൽ C5 എടുക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ WebOS ആണ്. ഗൂഗിൾ TV വേണമെങ്കിൽ നമ്മൾ സ്റ്റിക്ക് വാങ്ങിച്ച് കുത്തേണ്ടി വരും. നമുക്ക് തേർഡ് പ്ലേസിൽ വേറൊരാളും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ബ്രാവിയ 5 XR55A ഗൂഗിൾ TV ആണ്. 2025 മോഡൽ. മിനി LED ആണ്, OLED അല്ല. 1400 പീക്ക് നെറ്റ് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. ഇത് OLEDനേക്കാളും ബ്രൈറ്റ് ആവുന്നത് മിനി LED ആയതുകൊണ്ടാണ്. 120 Hz സ്ക്രീൻ, 7000 കോൺട്രാസ്റ്റ് റേഷ്യോ, ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഡോൾബി വിഷൻ, HDR10+10, വൈഡ് കളർ ഗാമറ്റ് ആണ്. പിന്നെ നമുക്ക് 50 വാട്ട് സ്പീക്കർ കിട്ടുന്നുണ്ട്. 4 HDMI പോർട്ടും 4 USB പോർട്ടും കിട്ടുന്നുണ്ട്. 4 GB റാമും 64 GB സ്റ്റോറേജും കിട്ടുന്നുണ്ട്. സോണിയുടെ ഒരു ലൈനപ്പിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഫീച്ചേഴ്സ് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് സോണി സ്റ്റാർട്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് LGനേറ്റും TCLനേറ്റും ഒക്കെ പിടിച്ചിരിക്കണമെങ്കിൽ ഫീച്ചേഴ്സും കൂടെ കുറച്ചും കൂടെ കൂടുതൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. സോണി എന്നുള്ളൊരു ബ്രാൻഡ് മാത്രം വെച്ചിട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതാണ് 1.25 ലാഖിൽ ശരിക്കും പറഞ്ഞാൽ മിനി LED ആണെങ്കിൽ പോലും സോണിൻ്റെ ഒരു കളർ പ്രോസസ്സിങ്ങും അതൊക്കെ വെച്ചിട്ട് ബ്രാവിയ 5 XR55A വളരെ നല്ലൊരു ഓപ്ഷനാണ്. തേർഡ് പ്ലേസിൽ ഷെയർ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു C5 LGൻ്റെ. ഇനി ഒരു പ്ലേസും കൂടെ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് ആയതുകൊണ്ട് ഒരു ഫോർത്ത് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ LGൻ്റെ G3, അതായത് 2023 മോഡലാണ്. നമുക്ക് LG തന്നെ വേണം, G സീരീസ് വേണം, ടോപ്പ് ഓഫ് ദ ഫ്ലാഗ്ഷിപ്പ്, നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഒരു പാനൽ കിട്ടണം എന്നുള്ളതാണെങ്കിൽ QD OLED ആയിട്ടുള്ള ഈ ഒരു മോഡൽ G3 നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ QD OLED ആയിട്ടുള്ള മോഡൽ എടുക്കാവുന്നതാണ്. 4K 550 120 Hz റിഫ്രഷ് റേറ്റ്, 40 വാട്ട് സ്പീക്കേഴ്സ്, HDMI 4, USB 3, 4 GB റാം, 32 GB സ്റ്റോറേജ്. G3 ആണ് ഞാൻ പറയുന്നത്. അപ്പം വളരെ നല്ല TV ആണ്. ഭയങ്കര ബ്രൈറ്റ് കളേഴ്സാണ്, കുറച്ച് ഗ്ലോസി സ്ക്രീനാണ് LGൻ്റെ എന്ന് മാത്രമേ ഒരു ഇത് വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ വേറൊരു TVയും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ സാംസങ്ങിൽ നല്ല TV ഇല്ലേന്ന് ചോദിച്ചാൽ സാംസങ്ങിലെ S95F പ്രാവശ്യം ഇറങ്ങിയത് നല്ല രസമുള്ള OLED സ്ക്രീനാണ്. പക്ഷേ QD OLED ആണെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. LG G5 അല്ലെങ്കിൽ പാനസോണിക് Z950 കിട്ടുന്ന പ്രൈമറി ടാൻഡം RGB അല്ല, എങ്കിലും മാറ്റ് സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര ബ്രൈറ്റ് സ്ക്രീനിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ റിഫ്ലക്ഷൻസ് ഒന്നും പറ്റില്ല. നിങ്ങളുടെ ജനലോ അല്ലെങ്കിൽ വെളിച്ചം വരുന്നത് നേരെ TVയിലേക്കാണെങ്കിലൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഒരു ഓപ്ഷനാണ്. മാറ്റ് സ്ക്രീനാണ്. മാറ്റ് സ്ക്രീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, സാംസങ് ബ്രാൻഡും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് S95F 55 ഇഞ്ചും കൺസിഡർ ചെയ്യാം. പക്ഷേ ബി അവെയർ ദറ്റ് LGനേക്കാളും സോണിനേക്കാളും ഒക്കെ പ്രൈസ് കൂടുതലാണ്, ഓവർ പ്രൈസ്ഡ് ആണ്. പക്ഷേ കണ്ടു നോക്കും. ചില ലുലു കണക്കിലൊക്കെ ഇത് ഡിസ്പ്ലേക്ക് അവൈലബിൾ ആണ്. അത് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 55 ഇഞ്ചിൽ ടോപ്പ് ഓഫ് ദ ലൈൻ പ്രീമിയം മോഡൽസിലുള്ള റാങ്കിങ്. 1.25 ലാഖ് റേഞ്ചിൽ വരെ 55 ഇഞ്ച് TV എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ 65 ഇഞ്ച് TVസും കൂടെ കൺസിഡർ ചെയ്യും. ഇതാണ് ലാസ്റ്റ് പാർട്ട്, 65 ഇഞ്ച്. അതിൽ നമ്മൾ ഈ ഒരു ഓണത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള TVസ് നമ്മൾ കൺസിഡർ ചെയ്യും. 2025ലും 26ലും ഇത് ഹോൾഡ് ചെയ്യും. കാരണം TVസ് ഒന്നും മോഡൽസ് ഭയങ്കര പെട്ടെന്നൊന്നും മാറ്റാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ അടിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് Junaid signing off for Gizmonklalu.